everyone, welcome back to yet another episode. And ഇന്നത്തത് ഒരു സൺഡേ ഇൻ മൈ ലൈഫാണ്, ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു. സൺഡേ ആയതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എഴുന്നേൽക്കൽ. പിന്നെ ഞാൻ ബ്രഷ് ചെയ്തു, അപ്പോഴത്തേക്ക് ഫോണിൽ ചാർജ് കുറവായിരുന്നു. സോ ഞാൻ അത് ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് ബ്രഷൊക്കെ ചെയ്തു. ആൻഡ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് ഞാൻ എടുക്കുന്നില്ല. പിന്നെ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡിന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാനൊരു രാവിലെ ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കും. നമ്മൾ ചായ ഒന്നും കുടിക്കാറില്ല, കട്ടൻ ചായ ഇടും. അപ്പോൾ കട്ടൻ ചായക്ക് ഇത്തിരി മധുരം ഇട്ടില്ലെങ്കിൽ എനിക്കെന്തോ കുടിക്കാൻ ഒരു വിഷമമാണ്. അപ്പോൾ ഞാൻ മധുരം ഇട്ട് ഇപ്പം ഞാൻ കറൻ്റ്ലി ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് അല്ല ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു ടൈം പീരീഡ് കറക്റ്റ് ആയിരിക്കും, പക്ഷേ ഇങ്ങനെ ഫുഡെല്ലാം അവോയ്ഡ് ചെയ്തിട്ടൊന്നും അല്ല. ഞാൻ കുറച്ചൊരു മധുരം രാവിലെ ഇച്ചിരി ഒരു മധുരം കുടിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ ഈറ്റിംഗ് വിൻഡോയിൽ ഞാൻ കഴിക്കും കേട്ടോ. പിന്നെ പക്ഷേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്. അതായത് ജസ്റ്റ് ഭയങ്കരമായിട്ട് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെന്നില്ല, കാരണം മുഖം ഒട്ടിയിട്ട് വൃത്തിയിടാം. അത്യാവശ്യം ഒരു 3 to 4 kgs ഒരു 3 months കുറയ്ക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് 1 month 5 kilos അങ്ങനല്ല. അപ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ വൈകിട്ട് രാത്രി 6 മണി തൊട്ട് പിറ്റേന്ന് രാവിലെ 10 മണി വരെയാണ്. ഈറ്റിംഗ് വിൻഡോ 10 മണി തൊട്ട് 6 മണി വരെ. അപ്പോൾ ഞാൻ 16:8 എന്നുള്ള ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കും, നമ്മൾ 6 മണിക്ക് മുമ്പ് കഴിച്ച് നിർത്തുന്നത് ഒന്നെങ്കിൽ റാഗിയുടെ നമ്മളിങ്ങനെ വെള്ളത്തിൽ കുറുക്ക് പോലെ ആക്കിയിട്ട് കുടിക്കും, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ കഴിച്ചത് സാലഡാണ്. കുക്കുംബർ മാത്രം തൈരിനകത്ത് കുറച്ച് ഉപ്പ്, മുളക് പൊടി, ഇത്തിരി പെപ്പർ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഡ്രസ്സിങ് ആക്കിയിട്ട് അതാണ് കഴിച്ചത്. അങ്ങനെ അപ്പോൾ രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഒരു kg ഒന്നും കുറയത്തില്ല, പക്ഷേ ഒരു 0.something grams ഒക്കെ നമുക്ക് റെഡ്യൂസ് ആവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഈറ്റിംഗ് വിൻഡോയിൽ ഞാൻ ബിരിയാണി ഉണ്ടെങ്കിൽ ഇച്ചിരി ബിരിയാണിയൊക്കെ കഴിക്കും. കാരണം ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടല്ല, എന്നാൽ വെയിറ്റ് കുറയണം എന്നുള്ള ഇതിൽ കുറച്ച് ടൈം എടുത്ത് കുറഞ്ഞാൽ മതി എന്നുള്ള ഇതിൽ ഒരു 2-3 months കുറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ രാവിലെ സാധാരണ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ പഞ്ചസാര കഴിക്കരുതെന്നാണ്, പക്ഷെ ഞാൻ കട്ടൻ ചായയിൽ ഒരു ഇച്ചിരി മധുരം ഇടും, കുറച്ച്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ സൺഡേയിലെ പ്രോഗ്രാം എന്തെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഉറപ്പിക്കലാണ്. ബ്രദർ എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻ്റെ. ചെടി ഒന്ന് നോക്കും, കാരണം എൻ്റെ ഉമ്മയുടെ ഫേവറേറ്റ് പാർട്ടാണ് ചെടി. അപ്പോൾ നമുക്ക് ഒരുപാട് ചെടികളുണ്ടായിരുന്നു. അതായത് ഞാനും ഉമ്മയും നാട്ടിൽ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നാണ് നമ്മൾ നോർത്തിലേക്ക് പോയത്. ഉമ്മച്ചി ജോബൊക്കെ ആയിട്ട് ഞാനും ഉമ്മച്ചി നോർത്തിലേക്ക് ഷിഫ്റ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ചെടി നോക്കാം. അപ്പോൾ വാപ്പിച്ച് ഗൾഫിലുമായിരുന്നു. അപ്പോൾ നമുക്ക് ചെടി നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നല്ല ഫ്ലവേഴ്സൊക്കെ വരുന്ന ജമന്തി, അങ്ങനെ പിന്നെ എന്തൊക്കെയോ കുറേ ഫ്ലവേഴ്സ് വരുന്ന ചെടികളുണ്ടായിരുന്നില്ല. സൺഫ്ലവറിൻ്റെ കൂട്ട് പല കളറിലൊക്കെ, ഡാഫോഡിൽസോ എന്തോ ഒരു കുറേ ചെടി, അതൊക്കെ കരിഞ്ഞു പോയി. റോസാപ്പ് കുറേ കരിഞ്ഞു പോയി, അങ്ങനെ കുറേ പോയി. പിന്നെ തിരിച്ച് വന്നിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വാപ്പിച്ച ഗൾഫിൽ നിന്ന് വന്ന് നാട്ടിൽ നിന്നപ്പോഴാണ് പിന്നെയും കുറച്ചൊക്കെ കിളിച്ചു തുടങ്ങിയത്. അപ്പോൾ നമുക്കിപ്പോൾ മെജോറിറ്റി ഉള്ളത് ഇല മാത്രം വരുന്ന ചെടികളാണ്. പിന്നെ നമുക്കുള്ളത് ഓർക്കിഡ്സ് ഒരു 3-4-5 എണ്ണം ഉണ്ട്. അതൊരു നല്ല വയലറ്റ് കളറുണ്ട്, വൈറ്റും വയലറ്റ്, അത് അത്യാവശ്യം കിളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ നന്നായിട്ട് അത് ശ്രദ്ധിക്കും. രാവിലെയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പിന്നെ കട്ട് ചെയ്തൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. കാരണം ഉമ്മയ്ക്ക് അത്രയും ഇഷ്ടമാണ്, ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാനോട് ഇവിടെ നിൽക്കുമ്പോൾ ആ ചെടി നന്നായിട്ടല്ല നോക്കുന്നതെങ്കിൽ ആൾ നാട്ടിൽ വരുമ്പോൾ എന്നെ ജീവനോടെ വെച്ചേക്കത്തില്ല. അത് മാത്രമല്ല, ഉമ്മച്ചായിക്ക് എന്തെങ്കിലും ഭയങ്കര സങ്കടമാണെങ്കിൽ നമ്മളൊരു ചെടിയൊക്കെ മേടിച്ചു കൊടുത്ത ആൾ ഭയങ്കര ഹാപ്പിയാവും. ഇപ്പോൾ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനിലിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയാം, ബാ നമുക്ക് ചെടി നോക്കാൻ പോകാമെന്ന് പറഞ്ഞ ആൾ ഹാപ്പി. അങ്ങനെ പോയിട്ട് 2-3 ചെടിയൊക്കെ എടുത്ത്, റോസാപ്പൂ ആൾക്ക് ഇഷ്ടമുള്ള 2-3 ചെടിയൊക്കെ എടുക്കുമ്പോൾ ആൾ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് വരും. അതുപോലെ തീരെ വയ്യാങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞ് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ആരുമില്ല അല്ലെങ്കിൽ ചെടിക്ക് നോക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആൾ തന്നെയും വന്നിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കും. എന്നിട്ട് ചെടിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് പറയും, കണ്ടോ ചെടിയോട് സംസാരിച്ചപ്പോൾ പിറ്റേന്ന് അത് ഫ്ലവർ നല്ല പോലെ പൂത്തത് കണ്ടോ എന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഓർക്കിഡ്സ് ഇപ്പം 1-2 എണ്ണം ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കണം, അപ്പോൾ ആൾക്ക് ഹാപ്പി ആവും. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് ചെടി ഒന്ന് നോക്കണം. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാംസ് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകും. അപ്പം എൻ്റെ കസിൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഉമ്മയുടെ വീടും.
അതായത് എൻ്റെ ഉമ്മയുടെ വീടും അതിൻ്റെ ഇപ്പുറത്താണ് 2 സിസ്റ്റേഴ്സിൻ്റെ വീടും. അപ്പോൾ അവിടെയൊക്കെ പോകണം. പിന്നെ കസിൻസിൽ കുറച്ച് പേരേ ഉള്ളൂ. എൻ്റെ അടുത്ത ബെസ്റ്റ് കസിൻസ്, അതായത് ഞങ്ങൾ ഒരേ ഏജുള്ള 2 പേരുണ്ട്. അവർ ഒരാൾക്ക് എക്സാമാണ്, ഒരാൾ പഠിക്കുന്നിടത്താണ്, ആന്ധ്രയിലാണ്. അപ്പം പെട്ടെന്നുള്ള ഒരു ഇതിൽ വരാൻ പറ്റില്ല. അതുമല്ല അവധിയില്ലല്ലോ. അപ്പോൾ ഒരാൾക്ക് നാളെ എന്തോ PSCയുടെ എന്തോ എക്സാമോ ഉണ്ട്. അപ്പോൾ അതും ആൾ ട്രിവാൻഡ്രമാണ്, മറ്റാൾ ആന്ധ്രയിലാണ്. അപ്പോൾ ഇവർ 2 പേരില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. അതായത് എങ്ങനെയാ ഞാൻ മാത്രമേ ഉണ്ടല്ലോ. പിന്നെ എല്ലാം കുട്ടീസാണ്, 8th 7th 6th 4th ഉള്ള കുട്ടീസാണ്. ഞാൻ എല്ലാവരെയും കാണിക്കാൻ നോക്കാം. അവരൊക്കെ ക്യാമറയിൽ വരാൻ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ ഞാൻ അവരെയൊക്കെ ഷൂട്ട് ചെയ്യാം. അങ്ങനെ സോ യെസ്, നമുക്കിപ്പം കട്ടൻ ചായ കുടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗാർഡനൊക്കെ നോക്കിയിട്ട് പിന്നെ ഒരുങ്ങാം. ഓക്കെ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് മൗത്ത് അൾസേഴ്സ് വരത്തില്ല, ഇങ്ങനെ ഒക്കെ പൊട്ടി. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് മൗത്ത് അൾസർ വരുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ജെല്ലാണ് കേട്ടോ, മെട്രോജെൽ DC ജെൽ പോട്ട്. അത്യാവശ്യം നല്ല ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കിളിച്ചിരിക്കുന്ന ഓർക്കിഡ് ഇതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ ദിവസം ഇങ്ങനെ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാകും. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ കുറച്ച് ലീഫ് മാത്രമുള്ള ചെടികളുണ്ട്. ആൻഡ് അപ്പുറത്താണ് അപ്പച്ചിയുടെ വീട്, അവിടെയാണ് റോസാപ്പൂവൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് നല്ലൊരു കളറിൽ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ നിൽക്കുന്നു. അപ്പോൾ ഞാൻ അതും പോയി എടുത്തു. പിന്നെ അവിടെ അകത്ത് വെച്ചേക്കുന്ന ഒരു ചെറിയ മിനിയേച്ചറാണ് അത്. അപ്പോൾ ഞാൻ കുളിച്ചു. കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് ഇട്ടു. ഇനി ലെറ്റ്സ് ഡു ദ മേക്കപ്പ്, എന്നിട്ട് നമുക്ക് ഇറങ്ങാം ഒരു 15 minutes. അങ്ങനെ വേഗം തന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്തു, മേക്കപ്പൊക്കെ ഇട്ടു. മേക്കപ്പൊന്നുമില്ല, ജസ്റ്റ് കോമ്പാക്റ്റൊക്കെ ഇട്ട് കണ്ണെഴുതിയിട്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങാറായി. അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ലാസ്റ്റായിട്ട് മേക്കപ്പായിട്ട് വലുതായിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കോമ്പാക്റ്റും മുടി ഇച്ചിരി മണത്തിരിക്കുന്ന ഇഷ്ടം. അതുപോലെ കോമ്പാക്റ്റും ബ്ലഷും കണ്ണെഴുതി ഐബ്രോ സെറ്റ് ചെയ്തു, ലിപ്സ്റ്റിക് ഇട്ടു. ആൻഡ് ഈ ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് അറിയണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുമ്പോൾ ഞാൻ ആകെ പെട്ടെന്ന് പോയിട്ട് ഇടുന്ന ഏത് ലിപ്സ്റ്റിക് ഇടണം എന്നൊരു കൺഫ്യൂഷൻ വരുമ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ നമ്മുടെ ഫേസും ബ്രൈറ്റ് ആവും, വെരി അഫോർഡബിൾ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതറിയില്ല വീണ്ടും വേണമെങ്കിൽ ഡു കമൻറ്റ്. ഓക്കെ. ഇനി നമുക്ക് ഹെയർ കെട്ടണം, ഒരു കമ്മിലിടണം, ആൻഡ് അതുപോലെ ഷാൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ വാച്ച് ഇട്ടു. ഈ ഒരു റെഡ് ഷാളാണ് ഇട്ടത്. ഇനി നമുക്ക് ബാഗ് എടുക്കുമ്പോൾ പെർഫ്യൂം എടുക്കാം. ഞാൻ ബാഗ് എടുക്കുന്നുണ്ട്, കാരണം എൻ്റെ സ്റ്റാൻഡ് കൂടെ കൊണ്ടുപോകണം, ഫോൺ സ്റ്റാൻഡ്. പിന്നെ ഒരു ലിപ്സ്റ്റിക്കും പെർഫ്യൂമും കയ്യിലെടുക്കാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമ്മൾ 2-wheeലറിലാണ് പോകുന്നത്, അപ്പോൾ ഹെൽമെറ്റ് വെക്കണം. അതുകൊണ്ട് ഞാൻ മുടി നന്നായിട്ടൊന്നും കെട്ടിയിട്ടില്ല, അവിടെ ചെന്നിട്ട് കെട്ടാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് പോവാം, അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ഞാൻ എല്ലാ വീട്ടിലും കയറി, എല്ലാവരും കണ്ടു. എന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു, ലഞ്ച് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പ്രോഗ്രാം ഉള്ളിടത്തേക്ക് പോവാണ്. എൻ്റെ കസിൻസൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ അവർക്കൊക്കെ വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പ്രോഗ്രാമുള്ള വീട്ടിലേക്ക് പോയി. അവിടെ അങ്ങനെ പിള്ളേരായിട്ടൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ അവിടെ കസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഡംബൽസ്. അപ്പോൾ അതെടുത്തിട്ട് കളിക്കുന്നതാണ്. ഇത് കുഞ്ഞു കസിനാണ്. അപ്പോൾ അവൻ്റെ നാളെ എന്തോ സ്കൂളിലെന്തോ സ്പീച്ചിൻ്റെ എന്തോ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയിപ്പിച്ചതാണിത്. അപ്പോൾ ആൾക്ക് ഭയങ്കര നാണമായിരുന്നു ആദ്യം പറയാൻ, പക്ഷെ പിന്നെ നന്നായിട്ട് അത് പറയുകയും ചെയ്തു. അങ്ങനെ പിന്നെ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. കോൺഫിഡൻസ് ആയിട്ടോ പറ. ഞാൻ അറിയില്ല, പകുതിയെ പഠിച്ചു. അത്രയും മതി പറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നിവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകാ പുരുഷൻ എന്ന വിഷയത്തെ പറ്റി 2 വാക്ക് സംസാരിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഇഹപര ലോക സന്ദേശവുമായി ഈ ലോകത്തേക്ക് വന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസം, ആരാധന, പരസ്പര ബന്ധങ്ങൾ, ഇടപാടുകൾ, സൽസ്വഭാവം,
സൽസ്വഭാവം എന്നിങ്ങനെ ജീവിതത്തിൻ്റെ എല്ലായിടങ്ങളിലും മാതൃകാ വ്യക്തിത്വമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവിൽ 40 വയസ്സ് പൂർത്തിയായപ്പോഴാണ് പ്രവാചകത്വം ലഭിച്ചത്. അറിവില്ലായ്മയും അനാചാരങ്ങളും സാർവത്രികമായ അറേബ്യയിൽ നബിയുടെ വരവ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അത്യാവശ്യം നല്ല ടയർഡാണ്. ഓൾമോസ്റ്റ് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ബിക്കോസ് എൻ്റെ ഫോൺ പിള്ളേരുടെ കയ്യിലായിരുന്നു. അവരിങ്ങനെ മേടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഐ എം ടു ടയർഡ്. കിടക്കണം. സോ ഇറ്റ് വാസ് എ ഫൺ ഡേ. റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. ഐ ഹോപ്പ്, ഐ ഡോണ്ട് നോ വെദർ കണ്ടൻറ്റിനായിട്ട് ഒരു വ്ളോഗ് ഇടാനുള്ള കണ്ടൻറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഫോൺ മേടിച്ചിട്ട് പിള്ളേർ മാത്രമായിട്ട് കുറേ വീഡിയോ ഒക്കെ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഇതിലിടാം. അവരിങ്ങനെ ചുമ്മാ ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും ഒക്കെ ഉള്ള വീഡിയോസും ഫോട്ടോസും ഉണ്ട്. അപ്പോൾ അത് പറ്റുമെങ്കിൽ ഞാൻ ഇടാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, comment and subscribe. See you on my next video and good night.